ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രെഡ് പക്കോട റെസിപ്പിയാണ് കേട്ടോ. പക്കോട എന്നൊക്കെ പറയും. വളരെ എളുപ്പത്തിലും വളരെ ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 7 ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതും വലുതും ആയിട്ടാണ് കേട്ടോ. അപ്പം നല്ല വലുത് തന്നെ ആണെങ്കിൽ ഒരു 4 എണ്ണം ഒക്കെ എടുത്താൽ മതിയാവും. ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പ് ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേവിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം 2 ചെറിയ സവാളാണ് കേട്ടോ, ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ലേശം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലൻ്റെ ഒരു സ്മെല്ല് മാറുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലകളൊക്കെ ഈ ഉരുളക്കിഴങ്ങിനൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് പിടിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിലേക്ക് ആ ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് ഞാൻ അതിലേക്ക് വെച്ചെടുത്തതിന് ശേഷം ഫില്ലിങ്സ് നന്നായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം മറ്റൊരു ബ്രെഡും കൂടെ ഇതിൻ്റെ മേലെ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 4 സൈഡ് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു കത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം ബാക്കിയുള്ളതും ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് എടുത്തിട്ട് ഫില്ലിങ്സ് ഒന്ന് വെച്ചെടുത്ത് 4 സൈഡിലും ഒരുപോലെ ആക്കി വെച്ചെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് സ്പൂൺ കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം മറ്റൊരു ബ്രെഡ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ട് നന്നായി ഒന്ന് അമർത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ലേശം പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറ്റൽമുളക് പൊടിച്ചതാണ്. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് 1/2 ടീസ്പൂണോളം അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത്
ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും ഓരോ ബ്രെഡ് എടുക്കാം. ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പക്കോട തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. 2 ഭാഗവും വെന്ത് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബാക്കിയുള്ളതും ഞാൻ അതുപോലെ തന്നെ അടിഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് എല്ലാം ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മധ്യഭാഗത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.